മണ്ണും മനുഷ്യനും എന്ന ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ പാഠ്യപ്രവർത്തനം എന്നത് ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്ക് പ്രതികരണക്കുറിപ്പിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ് എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്ന് പരിശോധിക്കാം. ഒരു പ്രതികരണക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഒരു പ്രതികരണക്കുറിപ്പിൽ ആദ്യമായി വേണ്ടത് ഒരു ആമുഖമാണ്, ഇൻട്രൊഡക്ഷൻ. വിഷയത്തെ പരിചയപ്പെടുത്തുക, നിങ്ങൾ പ്രതികരിക്കുന്ന ആ ഒരു രചനയുടെ പേര്, രചയിതാവിൻ്റെ പേര്, വിഷയം എന്നിവ അവിടെ അടയാളപ്പെടുത്താം. ആ രചന നിങ്ങളുടെ ചിന്തകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നൊരു സൂചനയും നമുക്കവിടെ കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കഥാസമാഹാരത്തിലെ ഒരു സുപ്രധാന കഥയായ മണ്ണും മനുഷ്യനും എന്ന കഥയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ പരാമർശിച്ചിരിക്കുന്നു. മണ്ണും മനുഷ്യനും എന്ന കഥയിൽ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ അവഗണനയും അതിൻ്റെ ഫലമായുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങളും ഹൃദ്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും മനസ്സിൽ ചേർത്തതുമായ ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് എന്ന് പരാമർശിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രദ്ധിക്കൂ, ആ രചന നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന പരാമർശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിലാണ് നമ്മൾ എഴുതുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. രണ്ടാമത്തെ ഘടകം എന്നത് പ്രധാന ഭാഗമാണ്, ബോഡി പാർട്ട്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് രചനയിലെ മുഖ്യ ആശയങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്കതിൽ എന്താണ് ശരിയായി തോന്നിയത്, പിന്നെ നമ്മൾക്ക് അതിൽ പരാമർശിച്ചിരിക്കുന്ന വാചകങ്ങളോ വാക്യങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ആ രചന നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നും നമുക്കിതിൽ വിവരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, കഥയിൽ കാണുന്ന പോലെ ഒരാൾ ഒരു വലിയ വീട് പണിയുമ്പോൾ പ്രകൃതിയിൽ എത്രത്തോളം നാശം സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം വളരെ ശക്തമായി എനിക്ക് ലഭിച്ചു. ഒരാൾക്ക് താമസിക്കാൻ വേണ്ടത് ചുരുങ്ങിയ ഇടം മാത്രമാണ്, എങ്കിലും അനാവശ്യമായി വലിയ വലുപ്പത്തിൽ വീടുകൾ പണിയുന്നത് മൂലം പ്രകൃതിയോട് വളരെ വലിയ അനീതിയാണ് കാണിക്കുന്നത്. ഇവിടെ ആ ചെമ്പക മരത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനവും, അതുപോലെ മുറ്റം വൃത്തിയാക്കിയപ്പോൾ അവിടെ ഇൻ്റർലോക്ക് ചെയ്തപ്പോൾ മണ്ണിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. മനുഷ്യൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തോടുകൂടി പരിസ്ഥിതിയെ സമീപിക്കുമ്പോൾ അത് പരിസ്ഥിതിക്ക് എന്തുമാത്രം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നും പ്രകൃതിയുടെ സ്വാഭാവിക പാരിസ്ഥിതിക അനുകൂല ഘടകങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കപ്പെടുന്നതെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഘടകം എന്നത് ഉപസംഹാരമാണ്, കൺക്ലൂഷൻ. ഇതിൽ നമ്മൾ എന്താണ് രേഖപ്പെടുത്തേണ്ടത്? ആ രചനയിൽ നിന്നുള്ള നിങ്ങളുടെ പ്രധാന ചിന്ത അല്ലെങ്കിൽ പാഠം എന്താണ്? ആ രചന സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അത് ഇവിടെ രേഖപ്പെടുത്താം. ഒടുവിൽ നിങ്ങൾക്ക് ആ രചന ഇഷ്ടമായോ അല്ലയോ, അതിൻ്റെ കാരണം എന്നിവ ഇവിടെ പരാമർശിക്കാവുന്നതാണ്. ഉദാഹരണമായി, ഇക്കഥ വായിച്ചതിന് ശേഷം ഭവന നിർമ്മാണം പോലും ഒരു സാമൂഹിക ഉത്തരവാദിത്വമായി കാണേണ്ടതാണെന്ന് മനസ്സിലായി. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിൽ തന്നെയാണ് ആന്തരിക സംതൃപ്തി. അതിനാൽ ഇത്തരം കഥകൾ എല്ലാ തലമുറകളെയും ചിന്തിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞവയൊക്കെയാണ് ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ. ഇതിനു പുറമെ നമ്മൾ എഴുതുമ്പോൾ നല്ല വ്യക്തമായ ഭാഷയിലും ലളിതമായ ശൈലിയിലും എഴുതാൻ ശ്രദ്ധിക്കണം. നല്ല ഉദാഹരണങ്ങൾ നൽകുക. പ്രതികരണത്തിൻ്റെ ആത്മാവായ ഞാൻ എന്തനുഭവിച്ചു, ചിന്തിച്ചു എന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുതേ. ഒരു പ്രതികരണക്കുറിപ്പ് എങ്ങനെ മികച്ച രീതിയിൽ എഴുതാം എന്ന് മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു.